രാവിലെ തന്നെ പല്ലും തേക്കാണ്ട് കൂളിംഗ് ഗ്ലാസുമായി മടിക്കേരിയിലേക്കാണ് ഞങ്ങൾ. മടിക്കേരിയിൽ ഡൈനോസർ മുട്ടയിടുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇവരെ കൊണ്ടുപോകുന്നത്. യാത്രാമധ്യേ വലിയൊരു ആത്മഹത്യാ ശ്രമവും ഞങ്ങൾ കാണാനിടയായി. വീട് എവിടെയാണ്, വീട്ടിൽ കൊണ്ടുവിടണോ എന്ന് ചോദിച്ച റിയാസിന് പുല്ലുവിലയാണ് പശു നൽകിയത്. യാത്രക്കിടയിൽ JCB കണ്ടതിന്റെ സന്തോഷത്തിലാണ് ദാദ ബസീർ. 15 വർഷത്തെ ഗൾഫ് ജീവിതം മതിയാക്കിയാണ് റിയാസ് നാട്ടിലെത്തിയത്. അവിടുത്തെ ബംഗാളികൾക്ക് പോലും അവനോട് പുച്ഛമായിരുന്നു. അവിടെ ഇംതിയാസിന്റെ ബോഡി ഷോ വിത്ത് മസിൽസ് ഉണ്ടായിരുന്നു. റിയാസിന് ഛർദിക്കാൻ ഇനി കുടൽമാല മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. റിയാസിന് അത്യാവശ്യമായി 2 പോകണമെന്നാണ് പറയുന്നത്. അവിടെ കണ്ട ഒരു ഫ്രൂട്ടിനെ ഞെക്കി നോക്കിയതാണ് ഞാൻ. അവൻ ഇംതിയാസ് കുടിച്ചിട്ട് വലിയ ടാങ്കർ ലോറി ബ്രേക്ക് ചവിട്ടുന്ന ശബ്ദമിട്ടു. എവിടെയാണെങ്കിലും സ്വന്തമായിട്ട് അടിക്കുന്ന ചായ മാത്രമേ കുടിക്കൂ എന്ന് ബഷീർ പറഞ്ഞു. ഒരുപോലത്തെ 2 ജേഴ്സികൾ ഇട്ട് വന്നിട്ട് രമേശിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് അവർ ചർച്ച ചെയ്യുകയാണ്. അതിന് നേരെ മൂത്രമൊഴിക്കാൻ സിബും തുറന്നു പോയ ഞാൻ ചെന്ന് കയറിയത് ഒരു ബംഗാളിയുടെ റൂമിലായിരുന്നു. ഞെട്ടിപ്പോയി. ഈ പൈപ്പിൽ ഏത് രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്? ഇവിടെ 45 മിനിറ്റാണ്